പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന ദിവസം യോബ് 14:7 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, വീണ്ടും തളിർക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈശോ നമ്മെ നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു വൃക്ഷത്തിന് പ്രത്യാശയുണ്ടെന്ന്. അത് പ്രിയപ്പെട്ടവരെ, ഉണങ്ങി വരണ്ടു നിൽക്കുന്ന ഒരു വൃക്ഷത്തിന് പോലും ആ വൃക്ഷത്തിനൊരു പ്രത്യാശയുണ്ട്, അത് വീണ്ടും തളിർക്കുമെന്ന്. അതിൻ്റെ വേരിന് ജീവനുള്ളിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ ആ വൃക്ഷം വീണ്ടും തളിർക്കും. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരാണോ? എനിക്കും നിങ്ങൾക്കും നമ്മളിലേക്ക് തന്നെ ഒന്ന് കടന്നു പോകുവാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി ഇരിക്കാതെ ദൈവം നമ്മളിലേക്ക് ചൊരിയുന്ന കരുണയും സ്നേഹവും നമ്മളെ വീണ്ടും ഒരു പ്രത്യാശയുള്ളൊരു ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാനുഷിക ജീവിതത്തിൽ നമ്മൾ മരണമടഞ്ഞാലും സ്വർഗത്തിലേക്കുള്ളൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണങ്ങി വരേണ്ട ഒരു അവസ്ഥയാണോ? ആ അവസ്ഥയിൽ പോലും വീണ്ടും നമ്മെ ഉണർത്തുവാൻ കഴിവുള്ള, നമ്മെ വീണ്ടും തളിർപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുത്തെ സ്നേഹവും കരുണയും നമ്മളിലേക്ക് ചൊരിയുമ്പോൾ, നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും പുതിയൊരു മനുഷ്യരായി, പുതിയൊരു ജീവിതത്തിനുടമയായി മാറുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കും. ദൈവസ്നേഹം നമ്മളിൽ വന്ന് നിറയുമ്പോൾ. ഹല്ലേലൂയ. ആമേൻ.